പെരിയാർ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ റീല് കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഈ പെരിയാറൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ പെരിയാർ ഫോറസ്റ്റ് എന്താണെന്നുള്ളത് വളരെ അടുത്ത കാലത്താണ് ഞാൻ കേട്ടത് തന്നെ. ഞാനിപ്പോൾ ഇങ്ങനെ പെരിയാർ ഫോറസ്റ്റിലാണ്. ആലുവയിലുള്ളൊരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ കുട്ടികളെ നീന്താനൊക്കെ പഠിപ്പിക്കണമെന്നാണ് കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് ഞാൻ ഇവിടെ ആലോചിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നല്ല ഒഴുക്കൊക്കെയുള്ള സ്ഥലമാണെന്നാണ് കേട്ടത്. പക്ഷെ ഇവിടെ ഇറങ്ങിയിട്ട് കുറേ ആളുകൾ 9 പേരോളം മരിച്ചു എന്നൊക്കെ പറയണ്ടായിരുന്നു. മറ്റൊരു സത്യം പറയട്ടെ, ഇത് ആക്ച്വലി പെരിയാർ ഫോറസ്റ്റ് ആകുന്നതേ ഉള്ളൂ. കാരണം എൻ്റെ GPS കൊണ്ടെത്തിച്ചത് ഇവിടെയാണ്. GPS പറഞ്ഞു ഇതാണ് പെരിയാർ ഫോറസ്റ്റ്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഫോറസ്റ്റൊക്കെ ഉണ്ട്, പെരിയാറുമാണ്, പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോണേ കൊണ്ട് പിന്നെ ചപ്പിയോറെ കൊണ്ടിടുന്ന സ്ഥലമാണ് ഇവിടെ ശരിക്കും. അങ്ങനെ ഇടാൻ പാടില്ല നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയാണല്ലോ സാറിന് ഇടാൻ പാടില്ല എന്നുള്ള സ്ഥലത്തായിരിക്കുമല്ലോ ചപ്പുകയറ് കൊണ്ട് ഇടുക. അല്ലെങ്കിൽ അവിടെ കുറേ ആകുമ്പോഴാണല്ലോ അങ്ങനെ ബോർഡ് വയ്ക്കുക. എനിവേ ഇവിടെ ഇഷ്ടംപോലെ ചപ്പുകയറ് കണ്ടു. ഇത് ഗവൺമെൻറ് ആശുപത്രിയുടെ ആലുവ ഗവൺമെൻറ് ആശുപത്രിയുടെ സൈഡിലുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല പെരിയാർ ഫോറസ്റ്റ്, എനിക്ക് മനസ്സിലായി. എന്നാലും കാണാനുള്ളൊരു ഭംഗി ഇവിടെ ഉണ്ട്. മുഴുവനും പച്ചപ്പും സ്റ്റാഗ്നൻ്റായ വാട്ടറാണ് അവിടെ. അതായത് ഒഴുക്കില്ലേ വെള്ളത്തിന്. പെരിയാറിന് ഇവിടെ എത്തുമ്പോൾ ഒഴുക്കില്ലാണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഈ നമ്മുടെ വേസ്റ്റുകൾ തിങ്ങി കിടക്കുന്ന സ്ഥലമായിട്ട് മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആശുപത്രി നോക്കുമ്പോൾ നല്ല കാഴ്ചയായിരിക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാൻ ഓർത്തു. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ വണ്ടി കിട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത്, സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത്. ഇദ്ദേഹം ഇവിടെ കുട്ടികളെ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. പുള്ളി ഒരു നീന്തൽ താരമൊക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. ഇത് പേപ്പർ കണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. നമ്മളിപ്പോൾ അതിൻ്റെ പരസ്യമാണ് കണ്ടത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞാനും എൻ്റെ കൊച്ചും കൂടെ അവിടെ എത്തി. ഇപ്പോൾ കാണാം, നമുക്ക് ഫോറസ്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. വലിയൊരു ഗ്രൗണ്ട് പോലൊരു ഏരിയ, പിന്നെ ചുറ്റുപാടും ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം തിങ്ങി കുറേ വൃക്ഷങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഒരു ശീതള ചായ ഒക്കെ കാണാം. നല്ല വെയിലാണ് പുറത്ത്. ഒരു 37-38 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്കറിയാം മരങ്ങളുണ്ടെങ്കിൽ തണുപ്പായിരിക്കും. അപ്പോൾ തണുപ്പ് ആസ്വദിച്ച് നമ്മളിങ്ങോട്ട് പോകുന്നുണ്ട്. ആലുവയിലെ ഒരുമാതിരിപ്പെട്ട ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഈ ഫോറസ്റ്റിനെ പറ്റി അറിയാവുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അതായത് വൃദ്ധന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏപ്രിൽ മാസമായാലും തന്നെ നല്ല വെയിലാണല്ലോ. അപ്പോൾ കുറച്ച് നേരം തള്ളത്തിരിക്കാമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വരാറുണ്ട്. ഫാമിലിയായിട്ട് ഇവിടെ വരാറുണ്ട്. കുളിക്കണൊക്കെ ഉണ്ട്. അവിടെ കടവൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ കടവുണ്ട്, പുരുഷന്മാരുടെ കടവുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് നീന്തൽ പഠിക്കുന്നത്. അതിരാവിലെ 8 മണിക്കോട്ട് കാണാൻ തോന്നുന്നുണ്ട് നീന്തൽ പഠിത്തം. ഞാനിതിവിടെ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹമാണെന്ന് തോന്നുന്നു. ഫോട്ടോയിൽ കാണപ്പോൾ തന്നെ തോന്നി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്താരം ചോദിക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാമായിരുന്നു. എനിവേ ഇവിടെ കയറിയപ്പോൾ ശരിക്കും മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു കാട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആലുവ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഇപ്പോൾ മെട്രോ ട്രെയിനൊക്കെ വന്നല്ലോ. ആലുവ ശരിക്കും റെയിൽവേ സ്റ്റേഷനുണ്ട്, നമ്മുടെ ഇപ്പോൾ മെട്രോ ട്രെയിനുണ്ട്, പിന്നെ എയർപോർട്ട് അടുത്തുണ്ട്, നല്ലൊരു പുഴയുണ്ട്, അതിലും നല്ല മനുഷ്യരുമുണ്ട്. കാണാൻ സുന്ദരിമാരുമാണ്. നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇവിടെ, ഞാനടക്കം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു സ്ഥലം ഞാൻ കാണാതെ പോയതിലാണ് എനിക്ക് ദുഃഖം. ഇവിടുത്തെ സീഡ് ഫാമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സീഡ് ഫാം പോലെ മനോഹരമാണിത്. ഇത് നമ്മൾ ഇവിടുത്തെ ഒരു മരം, ആ മരം പോലും നീണ്ടു നിവർന്ന് പോകണമെന്ന് നോക്കൂ. അത് നേരെ വളഞ്ഞും വളരാം എന്ന് നമ്മുടെ ആലുവയിലെ മരം തെളിയിക്കുകയാണ്. ആ വളർന്ന മരത്തിലൂടെ KK ജോസഫ് എന്ന ആ ഒരു കഥാപാത്രം ആലോചിച്ച് ഞാൻ ചാടി കടക്കാമെന്ന് ഓർത്തു. പക്ഷെ അവിടെ എത്തിപ്പിക്കാൻ എനിക്ക് തോന്നി കടന്നാൽ ചിലപ്പോൾ താഴേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ നാളെ എനിക്ക് വേറെ പല സ്ഥലങ്ങളും പോകാനുണ്ട്. അതുകൊണ്ട് അവിടെ വരെ നിർത്തി തിരിച്ചു പോരാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലൂടെ ഞാൻ തിരിച്ചു നടക്കാനുണ്ടായത്. തിരിച്ചു നടന്ന് ഒരു വിധം അവിടേക്ക് എത്തിപ്പിടിച്ചു. കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. പക്ഷെ അത് കണ്ടപ്പോൾ കൊച്ചിനും അവിടെ കയറണമെന്നായി. അവളെ ചിലപ്പോൾ മുമ്പോട്ട് പോകാനാണ്. പക്ഷെ ഞാൻ അവളെ അത് മുമ്പോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് പിൻവലിപ്പിക്കുകയുണ്ടായത്. എന്തായാലും അതൊരു രസമായിരുന്നു. ഇങ്ങനൊരു മരം കാണാൻ നല്ല രസമുണ്ട്. അങ്ങ് വരെയുണ്ട് ആ സംഭവം. കയറിപ്പോകാൻ പാടൊന്നുമില്ല, ഷൂസുള്ള കാരണമാണ്. ഷൂസിൽ നമുക്ക് കയറി പോകാന്നേ ഉള്ളൂ. വലിയ നട്ടുച്ച സമയമായിട്ടും നല്ല തണലുണ്ട്, നല്ല കൂളിംഗ് ഉണ്ട്. ആലുവയിൽ ശരിക്കും ചുമ്മാ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അധികം വേറൊന്നുമില്ല. കുളിക്കടവുണ്ട്, സ്ത്രീകളുടെ കടവുണ്ട്, പിന്നെ പുരുഷന്മാരുടെ കടവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഫോറസ്റ്റ് കാടാണെന്ന് ജഗതി പറഞ്ഞ പോലെ മൊത്തം കാട് പോലെയാണ്. എന്നാൽ കാടല്ല, അതേ ഒരു ഫീലിംഗ് നമുക്കിവിടെ കിട്ടും. രസമാണ്. ഒരു 100 മീറ്റർ നടക്കാമെന്ന് ഓർത്ത് ഞാൻ കയറിയ ഞാനിപ്പോൾ 1 കിലോമീറ്ററോളം ഇപ്പോൾ തന്നെ നടന്ന് കഴിഞ്ഞു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 2 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. 2 കിലോമീറ്റർ അടുത്തുണ്ടാവും. അത്രത്തോളം ദൂരമുണ്ട്. നടക്കുന്തോറും നമുക്ക് ഒരു അഡ്വഞ്ചർ ഫീലിംഗ് ആണ്. കാരണം ഒന്നാമത് ആലുവയിൽ ഇങ്ങനെ സ്ഥലം ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതെല്ലാം
ഇത് ആരും നട്ട് വളർത്തിയ ഒരു വനമായിട്ട് തോന്നില്ല. ഇത് സ്വാഭാവികമായിട്ട് വളർന്ന ഒരു വനഭൂമിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. കുറേ കഴിഞ്ഞാൽ നമുക്ക് മുളങ്കാടൊക്കെ കാണാം. ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് നട്ടുണ്ടാവും, പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് വളർന്ന പോലെയാണ്. കാരണം ആ വൃക്ഷങ്ങളുടെ സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പല പല സ്ഥലങ്ങളിലായിട്ടാണല്ലോ. അപ്പോൾ ഒരു പ്രത്യേകിച്ചിട്ട് ഒരു മെത്തഡിക്കലായിട്ട് നട്ടു വളർത്തിക്കണമെന്നും അല്ല എന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പലതരം വൃക്ഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും പക്ഷി കൊണ്ടിട്ട ഒരു വിത്തിൽ നിന്നുണ്ടായതായിരിക്കാം, അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇതിൽ ജനസഞ്ചാരം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പല നടവഴികൾ ഇഷ്ടം പോലെയുണ്ട്. ഈ നടവഴിയും കാടും എന്നുള്ളത് ആലുവയിലുണ്ടെന്നുള്ളത് ഇപ്പോഴെങ്കിലും ഞാൻ കണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷമുണ്ട്. ഇത് സ്വാഭാവികമായ കാട് തന്നെയാണ്. മരങ്ങളൊക്കെ തന്നെ വീണ് മറിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ നടവഴികൾ പോകുമ്പോൾ മരമൊക്കെ വീണ് കിടക്കണം കാണാം. അവിടെ ക്രോസ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു വലിയൊരു അപകടം. ഞാനവിടുത്തെ പാമ്പൊന്നും അല്ല, പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പശുക്കൾ ഇഷ്ടംപോലെ മേയുന്നുണ്ട്. അപ്പോൾ പശുക്കളെൻ്റെ മുമ്പിൽ കുറേ പോയിട്ടുണ്ടായിരുന്നു. ഇവർ പോകുമ്പോൾ വെറുതെ പോകില്ലല്ലോ, പശുക്കൾ ചാണകിടും. ഈ ഒരു കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാനിങ്ങനെ വീടെടുത്ത് പോകുമ്പോൾ ചാണകത്തെ കയറി ചവിട്ടി 2 പ്രാവശ്യം തെന്നി വീഴാൻ പോയി. അപ്പോൾ അങ്ങനെ ചവിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ചാണകമാണല്ലോ എന്ന്. പിന്നെ കാലം കഴിയേണ്ടി വന്നു. എനിവേ, ഇതിൽ പോകുമ്പോൾ അത് സൂക്ഷിക്കുക, നിലത്ത് നോക്കി നടക്കുക എന്നുള്ളതാണ്. വീഡിയോ എടുത്ത് ഇറക്കുമ്പോൾ ഒരു കണ്ണ് നിലത്തേക്കും, അതായത് ഒരു കണ്ണ് വീഡിയോയിലും ഒരു കണ്ണ് നിലത്തേക്കും എന്ന ലെവലിൽ പോകാൻ പറ്റുന്നവർ മാത്രം ഇവിടെ വീഡിയോ എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല ഉച്ച സമയത്ത് AC ഇരിക്കണ പോലെ ഒരു എഫക്റ്റാണ് ഇവിടെ ഇപ്പോൾ ലവേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ട്. ഹെയ്റ്റേഴ്സും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അറിയില്ല. ഇതൊന്നും ഇല്ലാത്തവരും ഇവിടെ ഉണ്ട്. ലവും ഹെയ്റ്റും ഒന്നും ഇല്ലാത്ത ആളുകൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഈ ഭാഗ്യവന്മാരെയും കാണണം. ആ പുഴയുടെ അപ്പുറത്തുള്ള വീടുകളൊക്കെ എന്ത് രസമായിരിക്കും. അവർക്ക് വൈകുന്നേരമൊക്കെ നല്ല കുളിർമയുള്ള കാറ്റൊക്കെ ഇട്ട് ഇങ്ങനെ രസമായിട്ടിരിക്കാം. പുഴയുടെ അടുത്തൊരു വീടെന്ന് വെച്ചാൽ ഒരു സ്വപ്നം മാത്രമാണ് പലർക്കും. അതുള്ളവരുടെ കാര്യം നല്ല രസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സെപ്റ്റ് വെള്ളം കയറുന്ന വെള്ളപ്പൊക്കമുള്ള സമയങ്ങളിൽ മാത്രം ഒന്ന് ഓടിപ്പോയി രക്ഷപ്പെട്ടാൽ മതി. എല്ലാ സമയങ്ങളിലൊക്കെ ജീവിതം നല്ല രസമാവാനാണ് സാധ്യത. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ വഴി കുറച്ച് വലുതായി വരുന്നു. മരങ്ങളൊക്കെ വളരെ പഴക്കം ചെന്ന മരങ്ങളാണ്. പഴയ മരങ്ങളും പുതിയ മരങ്ങളൊക്കെ തന്നെ വളർന്നു വരുന്നുണ്ട്. ഞാനപ്പോൾ ആലോചിച്ചത് ഈ വഴി എങ്ങനെ ഉണ്ടായിരുന്നതാണ്. നടന്ന് പുല്ല് പോലും വരാത്ത രീതിയിൽ വഴിയായി കഴിഞ്ഞു. കാരണം സ്ഥിരമായിട്ടിവിടെ നടക്കണ കാരണമാണ് അവിടെ പുല്ല് വരാത്തത്. സ്ഥിരമായിട്ട് നടപ്പ് നിർത്തുകയാണെങ്കിൽ അവിടെ പുല്ല് വളരും, ശരിക്കും ഡെൻസ് കാടായിട്ട് മാറും. ഇതിപ്പോൾ ഒരു മരം വീണടക്കണതാണ് വഴിയിൽ. ഇവിടുന്ന് ആരും ഒന്നും എടുത്തുകൊണ്ട് പോവില്ല. കാട് തീർന്ന ഓർത്തെ, പക്ഷേ കാടിങ്ങനെ ഉണ്ട്, നീളത്തിൽ കിടക്കുകയാണ്. എനിക്കുണ്ട് 1 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. ഇനി 2 കിലോമീറ്റർ ഉണ്ടാവോ? ഇതിൻ്റെ ഒരു അന്തമില്ലേ. ഇതെവിടെ പോയി തീരും എന്നോർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരണം ഇത്ര ദൂരം കഴിഞ്ഞ ഇത് തീരുന്നൊരു കൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തീർന്നില്ല, കാരണം അത്രത്തോളം നീട്ടമുണ്ട് സംഭവം. അതുകൊണ്ടാണ് ഞാൻ 1-2 കിലോമീറ്റർ എന്നൊക്കെ പറയണത്. പിന്നെ 1-2 കിലോമീറ്റർ ഉണ്ടായാലും നമുക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടില്ല. കാരണം നല്ല വെയിലത്ത് നല്ല തണലുള്ള സ്ഥലമുണ്ടല്ലോ, അത് വലിയ കാര്യമല്ലേ. തൊട്ടടുത്ത് പുഴ, ഇപ്പുറത്ത് കാടെന്ന് പറയാനില്ല, മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റിയൊരു കാട്. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് സഞ്ചരിക്കാം. സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിവേ, അറ്റ് ഡേ ടൈം, രാത്രി എനിക്കറിയില്ല. എനിവേ, ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ആർക്കും അറിയാം, സ്വപ്നത്തിൽ ഞാൻ ഇത്തരം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സ്വപ്നത്തിൽ പോലും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ കുറേ കന്നാലികൾ അങ്ങോട്ടും പോകണ്ടായിരുന്നു. ചെറിയൊരു റൂമുണ്ട്. അതിനിപ്പോൾ മഴ വരുമ്പോൾ കയറിക്കാനാണോന്നറിയില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണോന്നും അറിയില്ല. മുളം കാടുകളുടെ അടുത്താണിത്. മുളയുടെ കുറേ കാടുകൾ പോലെ 2-3 സ്ഥലത്തുണ്ട് ഇവിടെ. അപ്പോൾ മുളയിൽ ഇങ്ങനെ കാറ്റടിക്കുന്ന സൗണ്ടും ഒക്കെ കേൾക്കാൻ രസം. ഈ മുളങ്കാടുകളിൻ്റെ അടുത്ത് പാമ്പുണ്ടാകില്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയുണ്ടായി. വെറുതെ ആലോചിച്ചാണ്. പാമ്പുണ്ടാവില്ല, പാമ്പിൻ്റെ ഇടയിൽ ജീവിക്കണ്ടേ. എനിവേ, നമ്മൾ നടക്കുന്ന കാരണം അവരടുത്തൊന്നും വരാൻ സാധ്യതയില്ല. ഈ ഒരു ബിൽഡിംഗ് മഴയുള്ളപ്പോൾ കയറി നിൽക്കാൻ പറ്റിയ ഒരു ബിൽഡിംഗ് ആയിരിക്കാനാണ് സാധ്യത. മുളങ്കാടിൻ്റെ അടുത്തേക്കൂടെ പോയി തൊട്ടടുത്ത് പെരിയാറ്. ഇപ്പോൾ പെരിയാറിൻ്റെ തീരങ്ങളാണ് ഇതെല്ലാം. പെരിയാറിൽ പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒഴുക്ക് നന്നായിട്ടുണ്ടാകും, ചില സ്ഥലത്ത് ആഴം കുറവായിരിക്കാം. അപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനൊക്കെ സൂക്ഷിക്കണം. ഇടയ്ക്ക് കൊക്കുകളൊക്കെ അങ്ങോട്ടോട്ട് പോകുന്നുണ്ട്. കുറേ കൊക്കുകളെ അവിടെ കണ്ടു. കുറേ കൊക്കുകൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ നമുക്ക് കാണാൻ തോന്നുന്നു. കുറേ കൊക്കുകൾ അങ്ങേറ്റത്ത് കാണാം. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു ചാണകത്തിൽ കയറി ചോട്ടി അറിയാണ്ട് അപ്പോൾ തെന്നി. ആ ഒരു വീഡിയോ തെന്നിലൂടെ പോയ കാരണം അത് കിട്ടിയില്ല. പക്ഷെ എന്തായാലും കൊക്കുകൾ കാണാൻ പറ്റും. കുറേ ഇവിടെ സാധനം ഇരുന്നപ്പോൾ മനസ്സിലായി കൊക്കുകളെന്ന് മനസ്സിലായത്. പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വവ്വാൽ. അങ്ങനെ വവ്വാലും കൊക്കും പിന്നെ പലതരം പക്ഷികളുണ്ട്. ബാക്കിയുള്ള പക്ഷികളൊക്കെ മരത്തിൻ്റെ മുകളിലായിരിക്കാം, പക്ഷേ നമുക്ക് അവരങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല, സൂക്ഷിച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ അണ്ണാന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. പ്രകൃതി സ്നേഹികൾക്ക് വരാൻ പറ്റിയ ഒരു കാടാണ് ഈ പെരിയാർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ
ഈ ഫോറസ്റ്റ് എന്ന് ഞാൻ അസന്ദിഗ്ധമായിട്ട് പറയും. ഇതാ വരുന്നു അടുത്ത മുളങ്കാട്. പിന്നെ കാക്കകളെ അവിടെ കണ്ടില്ല. കാക്കകൾക്ക് തൊട്ടപ്പുറത്ത് വേറൊരു ഫോറസ്റ്റ് ഒരാളിവിടെ വച്ച് വളർത്തിയിട്ടുണ്ട്, മംഗള ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ കാക്കകളും ഒക്കെ അവിടെ ആയിരിക്കാം, വേറെ ചില പക്ഷികളൊക്കെ അവിടെ ആവാനാണ് സാധ്യത. മറ്റൊരു സത്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ ഇല്ലിമുളം കാടുകളുണ്ട്, ഇളം കാറ്റുമുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വന്നു. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ഈ കാണുന്നതൊക്കെ വവ്വാലാണ്, ഈ മുകളിൽ കാണുന്ന എല്ലാം വവ്വാലാണ്. ഇവർ രാവിലെ ഫുൾ ഇവിടെ ആയിരിക്കും, രാത്രി ആയിരിക്കും പുറത്തിറങ്ങി കറക്കമൊക്കെ. വേട്ടയാടാൻ പോണൊക്കെ രാത്രി ആയിരിക്കും. അപ്പോൾ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും ഈ വവ്വാലിനെ കാണാൻ പറ്റി, ഫുള്ള് വവ്വാലാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി വരും. ഇവരുടെ ഒരു സൗണ്ട് ഉണ്ട് വവ്വാലിൻ്റെ, അത് ഒരു ഭയങ്കര സൗണ്ട് തന്നെയാണത്. നമ്മൾ വന്നപ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. മുഴുവനും വവ്വാലിൻ്റെ സൗണ്ടാണ്. വവ്വാലിൻ്റെ സൗണ്ടാണെന്ന് മനസ്സിലായില്ല. പിന്നെ ഇവിടെ കൊക്കൊക്കെ ഉണ്ട്. ഈ വവ്വാലൊക്കെ ഈ മരത്തിൻ്റെ മുകളിൽ തൂങ്ങി കിടക്കുന്നപ്പോൾ കണ്ടല്ലോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വവ്വാലിൻ്റെ സൗണ്ട് എന്താണെന്ന് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. കീ എന്ന് പറഞ്ഞൊരു സൗണ്ടാണ്. കാക്കയാണെങ്കിൽ കാക്ക എന്നായിരിക്കും. എനിവേ ഇവരിപ്പോൾ ഇങ്ങനെ മുകളിൽ തൂങ്ങി കിടക്കുന്നതേ ഉള്ളൂ. രാത്രിയൊക്കെ ഇവർ അഴിഞ്ഞാടി നടക്കുകയായിരിക്കും. നമ്മുടെ എലീനൊക്കെ പിടിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം. അങ്ങനെ പലതരത്തിലുള്ള വവ്വാലുണ്ടല്ലോ. ബ്ലഡ് സക്കിങ് വവ്വാൽ വരെയുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇവിടെ ആലുവയിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നിപ്പ എന്നുള്ള സംഭവം ഉള്ളവർ നമുക്ക് വവ്വാലിനെ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെയൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെ പുഴ തീരമാണ്. ഇവിടെ ആഴം ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും കിട്ടുമൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പുഴയിൽ ഇറങ്ങാണ്ടിരിക്കാൻ നല്ലത്. കാരണം പുഴയിലെ വെള്ളം അത്ര നല്ലതാവാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ശുദ്ധീകരിക്കാത്ത വെള്ളങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പിന്നെയും ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. കാരണം ഇതിൻ്റെ അറ്റം കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ തീരുമാനിച്ചു. കാരണം എത്ര നടന്നാലും വേണ്ടില്ല, അറ്റം കണ്ടേ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ അറ്റത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അറ്റം പോലെയൊക്കെ തോന്നി ആദ്യമൊക്കെ, പിന്നെ നോക്കിയപ്പോൾ അത് അറ്റമല്ല, പിന്നെയും നടന്നു. അങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു കുറേ കൊക്കിരിക്കുകയാണ്. ഇതാണ് ഞാൻ കൊക്കിൻ്റെ കാര്യം പറഞ്ഞത്. കൊക്കുകൾ കുറേ വന്നവിടെ ഇരിപ്പുണ്ട്. ഇവർക്ക് രാവിലെ എവിടെയെങ്കിലൊക്കെ ഇരിക്കണ്ടേ, അതുകൊണ്ട് ഇവരിവിടെ ഇരിക്കുന്നു മാത്രം. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പിക്കൊണ്ട് ഒരു പറന്നങ്ങ് പോയി. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു അറ്റമായി എന്ന് മനസ്സിലായത്. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഉണ്ടായത്. ഈ അറ്റം ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ആലുവ മണപ്പുറം എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ സ്ഥലം. ശിവരാത്രി നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇപ്പോൾ കുറച്ച് ഇടതുവശത്ത് കണ്ടത് മംഗള ഫോറസ്റ്റാണ്. ഇപ്പോഴാണ് എനിക്ക് ആ പച്ച സത്യം മനസ്സിലായത്. അതായത് മണപ്പുറം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു കാടാണ് നമ്മുടെ ഈ കാണുന്ന പെരിയാർ ഫോറസ്റ്റ്. ഈ മണപ്പുറത്ത് എപ്പോഴും നമ്മൾ ഇത്രയും കൊല്ലം വന്നിട്ടും ഇങ്ങോട്ടേക്ക് എന്താ ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ചിന്തിക്കാണ്ട് തന്നെ കണ്ടു. ഇങ്ങോട്ട് എത്തിയിരുന്ന ഓർത്ത് വന്നല്ല, വന്ന അവസാനം ഇവിടെ തന്നെ എത്തി. അപ്പോൾ ഇപ്പോൾ മനസ്സിലായാലും ഈ മണപ്പുറം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയ പെരിയാർ ഫോറസ്റ്റാണ്. ആ വഴിക്കങ്ങ് പോയാൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. റോഡിലേക്കാണെങ്കിൽ പോയതിൻ്റെ ഉള്ളിൽ കൂടെ വഴിയൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണ് ഇവിടെയുള്ള പക്ഷികളും മെയിനായിട്ട് വവ്വാലുകളും പിന്നെ കൊക്കൊക്കെ വന്ന് താമസിക്കുന്ന ഇതാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഈ മംഗളവനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കാക്കകളുടെ ഏരിയയാണ്. കാക്കകളും വവ്വാലൊക്കെ അവിടെയും വരും, പക്ഷെ കാക്കകളാണ് മെയിനായിട്ട്. അത് ഒരാൾ തന്നെ നട്ടു വളർത്തിയ സ്ഥലമാണ്. ഇത് തന്നെ നാച്ചുറലായിട്ട് തന്നെ വളർന്നാൻ തോന്നുന്നു. ഒരിക്കൽ കൂടി ആ മുളങ്കാടിൻ്റെയും ആ ഒരു കെട്ടിടത്തിൻ്റെ അടുത്ത് പോയി കൂടെ വന്ന കൊച്ചിൻ്റെ ഉള്ളിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഒരണ്ണാൻ ഒരു മരത്തിൽ കയറണ കണ്ടു. അതിനൊന്ന് സൂം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഞങ്ങൾ വന്ന് ശരിക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം അവരിപ്പോൾ ആഹാരം തേടി നടക്കുന്ന സമയമാണല്ലോ. നമുക്കിതൊരു വീഡിയോ ഷൂട്ടിങ് മാത്രമാണ്, പക്ഷേ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു സംഭവമാണ്. ജീവിക്കാൻ ഭക്ഷണം വേണമല്ലോ. അപ്പോൾ അവരെ സ്ഥിരമുള്ളൊരു ആക്ടിവിറ്റി എടുക്കണമെന്ന് മാത്രം. എന്ത് ഭംഗിയാണ് ഇവനെ കാണാമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ കുളിക്കടവുണ്ട്, സ്ത്രീകളുടെ കുളിക്കടവ്, പുരുഷന്മാരെ കുളിക്കടവ് എന്ന് പറഞ്ഞാൽ അവിടെ ഇദ്ദേഹമാണ് ആ ഒരു നീന്തൽ പഠിപ്പിക്കാൻ നോക്കുന്ന. ഇദ്ദേഹം ഒരു നീന്തൽത്തരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ കുളിക്കടവിൽ 9 പേര് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീന്തൽ പഠിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ്. എല്ലാവരും പഠിക്കുക, അതൊരു ബേസിക് ക്വാളിഫിക്കേഷനാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കുകയുണ്ടായി. തിരിച്ച് നടക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടെ അറ്റത്തേക്ക് പോകാം, ഇനിയും പോകാമെന്ന് പറഞ്ഞു കേട്ടു. ഇനി ഒരു കിലോമീറ്റർ കണ്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ആ സ്ഥലത്ത് ഒരു കുതിരയെ കണ്ടു, ഒരു പശുവിനെ കണ്ടു, പിന്നെ ഒരു വലിയൊരു കുതിരേനെ കാണാം. അത് നല്ലൊരു വലിയൊരു കുതിരയാണ്, ഹൈറ്റുള്ളൊരു കുതിരയാണ്. കുതിര സവാരി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുതിര ഈ കുതിരയാണ്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് നടക്കാം, പക്ഷെ നമുക്കിപ്പോൾ സമയമില്ലാത്ത കാരണം, നട്ടുച്ചയാണ്, കുറേ നടന്ന് വരഞ്ഞ കാരണം ഇതൊരു നീന്തൽ ഒടിക്കാൻ വേണ്ടിയിട്ടേക്കുന്ന സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.